ഒരു 8 കൊല്ലത്തോളം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ശ്രീകണ്ഠഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നമുക്കും നമ്മളായിട്ടുള്ള പെരുന്നാൾ സംബന്ധിച്ച് അവരും മധുരപലഹാരങ്ങൾ നമുക്ക് വിതരണം ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ക്ഷേത്രത്തിൽ അനുബന്ധിച്ച് നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ പാഠമാണ് ഈ കാണുന്നത്. അതായത് റംസാൻ കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞ് റംസാൻ നിസ്കാരം കഴിഞ്ഞ് വരുമ്പം കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് ഇത്രയും 1000-ലധികം പേർക്കാണ് മധുര പായസം. ആ മധുരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മതസൗഹാർദ്ദമാണ്, സ്നേഹമാണ്. അതിനേക്കാൾ ഒരു എടുത്തു പറയാനുള്ള വട്ടപ്പള്ളിയിൽ ഇപ്രാവശ്യമാണ് കൊടിമര നിർമ്മാണം നടന്നത്. ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന ക്ഷേത്രത്തിലെ കൊടിമരം നിർമ്മിച്ച ഹുസൈൻ എന്ന മാന്നാറിലെ ഒരു മുസ്ലിം സഹോദരനാണ്. ഇത് ജനങ്ങൾ മാനുഷികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാം ഒന്നാണ്, മനുഷ്യർ ഒറ്റ ഇതാണ്. അത് മാത്രം മനസ്സിലാക്കുക. ഏതായാലും വളരെ നന്ദിയുണ്ട്. ഈ പ്രദേശത്ത് മദ്രസയിൽ ഈ നടന്നു വരുന്ന ഈ താലപ്പൊലിയോടൊപ്പം നടന്നു വരുന്ന ഈ സഹോദരങ്ങൾക്ക് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും മധുര വെള്ളം കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. താങ്ക്സ്. നമ്മുടെ ആലപ്പുഴയിൽ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ശ്രീകണ്ഠകർണ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന സഹോദരങ്ങൾ ജാഫർ ജുമാ മസ്ജിദ് വട്ടപ്പള്ളിയുടെ മുന്നിൽ നിന്നും കൊട്ടുന്ന ഈ ചെണ്ടമേളം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതുമാത്രമല്ല, മനസ്സിന് കുളിർമ വരുന്ന വേറൊരു കാഴ്ച കൂടിയുണ്ട്. താലപ്പൊലിയുടെ അന്ന് മഹല്ല് ഭാരവാഹികളും ആറാട്ടിന്റെ അന്ന് വട്ടപ്പള്ളിയിലെ ചുണക്കുട്ടന്മാരും അവർക്ക് ദാഹമകറ്റാൻ വേണ്ടി നൽകുന്ന ഒരു സൽക്കാരം. അത് വേറൊരു കാഴ്ചയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിലടിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു വർഗീയവാദിയുടെയും ഒരു കുത്തിത്തിരിപ്പുകാരന്റെയും വിത്തിവിടെ മുളയ്ക്കില്ല, നമ്മൾ മുളപ്പിക്കില്ല. ഇത് മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. ഇത് നമ്മുടെ ആലപ്പുഴയാണ്. ആലപ്പുഴയുടെ ഐക്യവും കേരളത്തിന്റെ സാഹോദര്യവും വിളിച്ചുണർത്തുന്ന ഒന്നാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് തീർത്തും നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒന്നാണ്. കാരണം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും അതിൽ മതവോ ജാതിയോ ഒന്നുമില്ലാതെ എല്ലാവരെയും പരിഗണിച്ച് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഉത്സവമാണിത്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അമ്പലത്തിലെ ഭാരവാഹികൾ നൽകുന്ന സ്നേഹത്തിന്റെ മാധുര്യമുള്ള പായസം ഇവർ നൽകാറുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്കിനി പറയാനില്ല. ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേര് പറഞ്ഞ് തമ്മിലടിക്കുന്നവർ ഇതൊന്ന് കാണട്ടെ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.